യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആരാ വന്നിരിക്കുന്നു നോക്ക്. എന്താ സ്വാമി? അങ്ങോട്ട് നോക്കി. പൂജമോളും അമ്മയും. ആ വരവ് കണ്ടാൽ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് തോന്നുവോ? ഈശ്വര, എന്തൊരു കാഴ്ച ഇത്! അമ്മ ഇത്ര സ്നേഹത്തോടെ പൂജമോളോടൊപ്പം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ഒരേ ചോരയല്ലേ അരുണമേ, ഒന്നിക്കാൻ പറ്റൂ? ഞാന് എപ്പോഴും പറയാറില്ലേ, എല്ലാം ശരിയായി വരുമെന്ന്. അമ്മേ, എനിക്ക് ഭയങ്കര സന്തോഷായമ്മേ. പൂജമോൾ അമ്മയുടെ കൈയും പിടിച്ച് വരുന്ന കണ്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. കുറെ നാള് മുമ്പേ അനുഭവിക്കണ്ടായിരുന്നു ഈ സ്നേഹവും കരുതലും ഒക്കെ. പക്ഷേ ഞാൻ യോഗമില്ലാത്തവളായിപ്പോയി. അങ്ങനെയൊന്നും കരുതണ്ട മഹേശ്വരിയമ്മേ. വൈകി ലഭിക്കുന്ന സന്തോഷത്തിന് മാധുര്യമേറും. അത് ശരിയാ സ്വാമിജി. പേരക്കുട്ടിയെ ശരിക്കും ചേർത്ത് പിടിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഞാനിപ്പോഴും അനുഭവിക്കുന്നത്. ഇപ്പോ സന്തോഷമായില്ലേ അരുണിമയ്ക്ക്? അമ്മ പൂജമോൾ അംഗീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് കാണുന്നതിൽ പരം എന്ത് സന്തോഷം ഇനി എനിക്ക് വേണ്ടത് സ്വാമിജി. എന്നാ ഇപ്പോ എന്നോട് അകത്തേക്കിരിക്കെ, എനിക്ക് അല്പം കൂടി ജോലിയുണ്ട്. ശരി സ്വാമി. അമ്മ ഇരിക്കേ, അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട മോളെ. അമ്മ ഇരിക്കേ. ശരിക്കും പറഞ്ഞ വിശപ്പും ദാഹവും ഒന്നുമില്ല. മനസ്സ് നിറഞ്ഞിരിക്കുമ്പോ അങ്ങനാണല്ലോ. രാവിലെ ഇറങ്ങുമ്പോ പോലും ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ല അമ്മേ. ആരെ ദോശയില് നിർത്തി. ഇങ്ങോട്ട് വേഗം എത്തണം എന്നായിരുന്നു നിർബന്ധം. ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ഏയ് വേണ്ട. ഇവള് പറഞ്ഞത് ശരിയാ. എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണമെന്നായിരുന്നു മനസ്സിൽ. നഷ്ടപ്പെട്ടു പോയ നിന്നെ കാലങ്ങൾക്ക് ശേഷം തിരികെ കൊണ്ടുവന്ന ഇവളാ. എന്നിട്ടും ഇവളോട് നിന്റെ മുന്നിൽ വെച്ച് പോലും ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്. പെറ്റ വയറിന് പൊറുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മക്കളോടാണെങ്കിലും തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ തയ്യാറാവണം. എന്റെ മോള് എന്നോട് പൊറുക്കണം. അമ്മേ, അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? ഈ കൈകളിൽ നീ പെറ്റിട്ട് എന്ന പൊന്നും ഗുണമാണ് ഇവളെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇപ്പൊ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായല്ലോ. അത് മതിയമ്മേ. അച്ഛമ്മ വിചാരിക്കുന്നത് അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്ന അമ്മേ. നമ്മൾ അതൊന്നും ഓർക്കുന്നേ ഇല്ലെന്ന് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ മോളെ ഞാൻ ചെയ്തു കൂട്ടിയത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അമ്മ അതിലിപ്പോ പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ.
1000 വട്ടം മോളെ. അത് മതിയമ്മേ. അതിനേക്കാളും വലിയ പ്രായച്ചിത്തൊന്നുമില്ല. ഇനി ആ വിഷയം പറഞ്ഞ് കരയാൻ നിൽക്കരുതെന്ന് പറയാമേ. കേട്ടല്ലോ അമ്മേ? അതെ, ഇനി ആ കാര്യവും പറഞ്ഞ് പൂജമോളുടെ എന്റെ മുമ്പിൽ വെച്ച് അമ്മ കരയരുത്. ആ, ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കണം എപ്പോഴും, അല്ലേ പൂജമോളെ? ഇത് കുറച്ചു നേരത്തേക്കേ ഉണ്ടാവും, പിന്നെ വീണ്ടും തുടങ്ങും. അതൊന്നും മനസ്സിൽ നിന്ന് അങ്ങനെ പോവാത്തത് കൊണ്ടാ. ആ, ഇനി അച്ചമ്മ പരമാവധി ചിരിച്ചോളാം, പോരെ? അരുണിമേ, ഇവിടുത്തെ ചികിത്സ ഇനി എത്ര നാള് കാണും? അധികം നാളുണ്ടാവില്ലമ്മേ. ഏറിയാൽ 1-2 ആഴ്ച. നന്നായി. അത് കഴിഞ്ഞ് ഇവിടുന്ന് റിപ്പോർട്ട് കൊടുത്താൽ ആദ്യ ഹിയറിംഗിൽ തന്നെ മോളെ പുറത്തിറക്കുമെന്ന് അർജുൻ പറയുന്നേ. അതെനിക്കറിയാമേ. അത് കഴിഞ്ഞ് നീ നന്ദന്റെ വീട്ടിൽ പോവല്ലോ. അപ്പൊ കുറച്ചു കാലം ഞാനും നിന്റെ കൂടെ വന്ന് നിൽക്കും. പൂജ വന്ന് നിൽക്കട്ടെ. എന്താ പൂജ മോളെ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ സമ്മതിച്ചാൽ മാത്രം മതി. എന്താ അമ്മ സമ്മതിക്കാത്തെ? എന്താ അരുണിമേ, അതല്ലേ വേണ്ടത്? അതൊന്നും ആലോചിക്കാറായില്ലല്ലോ അമ്മേ. ഇപ്പോഴല്ലാതെ എപ്പോഴാ പിന്നെ ആലോചിക്കുന്നേ? പറ. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. അമ്മ എന്റെ കൂടെ പോരോ? എവിടേക്ക്? ഇവിടേക്ക്. ഇവിടേക്കോ? അതെ. ഇനിയുള്ള കാലം നമുക്ക് ഈ സൂര്യപ്രഭയിൽ കഴിയാം. എന്താ? എന്തു പ്രാന്താ മോളെ നീ പറയുന്നേ? അമ്മേ, കുടുംബത്തിനകത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഭ്രാന്ത് ഇതിനകത്തുണ്ടാവില്ല. പലതരക്കാർ അവരുടെ സങ്കടങ്ങൾക്കൊപ്പം തുഴഞ്ഞും അവരോടൊപ്പം പ്രാർത്ഥിച്ചും അവരെ സഹായിച്ചും ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നത് ഇവിടെ ജീവിക്കുമ്പോഴാ. എന്താ പൂജ മോളെ ഇവിളി പറയുന്നേ? ഞാനും അജുവേട്ടനെ വന്ന് സംസാരിച്ചപ്പോഴും അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞു അച്ഛമ്മേ. എന്താ അരുണിമേ, വീട്ടിൽ എല്ലാവരുടെയും കൂടെ താമസിക്കുന്നതല്ലേ നല്ലത്? ഇനിയുള്ള കാലം ഇതുവരെ നഷ്ടപ്പെട്ട ജീവിതം ആസ്വദിക്കുകയല്ലേ വേണ്ടത്? നന്ദനും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതമാ. അത് പിന്നെ വർഷങ്ങളോളം ഇങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ലമ്മേ. എനിക്ക് ഈ ജീവിതം കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്നത്. നീയും നന്ദനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഇല്ലമ്മേ. എന്നോട് സത്യം പറ മോളെ. കണ്ണിലെ കരട് പോയാ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അമ്മയ്ക്ക്? ഇമയും കൃഷ്ണമണിയും അത്രമേൽ ചേർന്നിരിക്കുന്നതുകൊണ്ടാ. മനസ്സുകൾ തമ്മിൽ അകന്നു നിന്നാ കരടൊരു പ്രശ്നമേ ആയി തോന്നില്ല. മാഡം, ചികിത്സയ്ക്ക് സമയമായി. വന്നോളൂ. ഞാൻ പോയിട്ട് വരാം. രണ്ടുപേരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പോയാ മതി കേട്ടോ. എന്താ മോളെ അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? എനിക്കും അറിയില്ല അച്ഛമ്മേ. എന്നോടും അജുവേട്ടനോടും ഇത് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. നന്ദനോട് സംസാരിച്ചു? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ചെറിയൊരു സൂചന നൽകി. പക്ഷേ അച്ഛൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വന്ന് സംസാരിച്ച അമ്മയുമായിട്ട് പോവാൻ കഴിയുന്ന. ഈശ്വര, ഇനിയും പരീക്ഷിക്കാതെ എല്ലാം നേരെയാക്കി തരണേ. സത്യമാണോ? അതേടോ, സാക്ഷിയുടെ കയ്യിലെ സ്കിൻ സാമ്പിൾസ് അരുണിമയുടേതല്ല. അത് പറയാനാ ഞാൻ തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. ഓ മൈ ഗോഡ്. അപ്പോ അരുണിമാൻറ്റിയുടെ കാര്യം 100% ഓക്കെ. ചികിത്സ കഴിഞ്ഞു വരുന്ന റിപ്പോർട്ട് നമുക്ക് ഫ്ലേവറബിൾ ആവുമല്ലോ അല്ലേ? നോ ഡൗട്ട്സ് അറ്റ് ഓൾ. 100% നമുക്ക് അനുകൂലമായിട്ടായിരിക്കും അത് വരിക. സാക്ഷി വീണപ്പോ തുളഞ്ഞു കയറി വിളക്ക് ഊരിയെടുത്തു എന്നല്ലേ അരുണിമയുടെ മൊഴി? അതെ. അപ്പോ മാനസികമായി ഒരു തകരാറും ഇല്ലാത്ത ഒരാളുടെ മൊഴി എന്ന നിലയിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്.
എന്താ നന്ദൻ, ഞങ്ങൾ ലേറ്റ് ആയില്ലോ? ഏയ്. എല്ലാം ഓക്കെ അല്ലേ? ഇരുന്നട്ടെ. താങ്ക് യു. എന്തായി, അരുണിമ ഓക്കെ അല്ലേ? അരുണിമ സമ്മതിക്കുന്നില്ല. അവൾക്കിനിയും ഇങ്ങനെ ഒരു ഭാരവും വേണ്ടെന്നാണ് പറയുന്നത്. നന്ദൻ, ഇനി അരുണിമയെ നിർബന്ധിക്കണ്ട. അവരുടെ തീരുമാനം ദൃഢമാണ്, അതിനെയും മാറുകയില്ല. ആന്റി തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ പത്രം രണ്ടുപേരുടെയും പേരിലല്ലേ? അതെല്ലാം മാറ്റി എഴുതണ്ടേ? ചില തിരുത്തലുകൾ വേണ്ടി വരും. അതിപ്പോ ഞാൻ ശരിയാക്കാം. നന്ദ, ആ ഫയലൊക്കെ ഇങ്ങെടുക്ക്. ദാ. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാരാ നന്ദ? ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. സാറിന്റെ ഓഫീസിൽ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ നടന്ന ദിവസം ഒരു മാലാഹയെ പോലെ ഇടിച്ചു കയറി വന്ന ഈ കുട്ടിയെ സാർ ഓർക്കുന്നുണ്ടോ? ഓ, ഇത് ആ കുട്ടിയല്ലേ? വീണ്ടും രജിസ്ട്രേഷൻ മുടക്കാനാണോ വന്നിരിക്കുന്നത്? ഞാനന്ന് ചെയ്യാൻ പോയ തെറ്റ് ദൈവനിയോഗത്താൽ നിർത്തിവെപ്പിച്ചത് ഈ കുട്ടിയാണ്. കാരണം ഇവളെ ദൈവം അയച്ചതാണ്. ഇവൾക്ക് അർഹതപ്പെട്ടത് കൈവിട്ട് പോകാതിരിക്കാൻ ദൈവത്തിന്റെ കയ്യൊപ്പമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. ഒരു പക്ഷേ ഇവൾക്ക് അപ്പോൾ തന്നെ ഈ അച്ഛനെ മനസ്സിലായി കാണും. പക്ഷേ നിർഭാഗ്യവാനായ അച്ഛന് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം ചോരയെ തിരിച്ചറിയാൻ കഴിയാതായിപ്പോയി. ഇതെന്റെയും അരുണിമയുടെയും മകളാണ് സർ, എന്റെ അനുക്കുട്ടി. ഇവളുടെ ഭാവി ഇവൾ അന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എന്റെ മാനസപുത്രിയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇക്കാലത്ത് ഇപ്പോഴാണെന്ന് മാത്രം. സ്നേഹം പിന്നിടാനുള്ള ദൂരമല്ല എന്നും കീഴടക്കേണ്ട ഉയരമല്ല, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിക്കേണ്ട ഒന്നാണെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ മകളാണ് സാർ, എന്റെ അനുക്കുട്ടി. ഓഹോ, അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലേ? എന്തായാലും തന്റെ തീരുമാനം കൊള്ളാം. തനിക്ക് വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. എത്രയും വേഗം കാര്യങ്ങൾ തീർത്ത് ഓഫീസിലേക്ക് പോണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എന്റെ മോൾക്ക് അവകാശപ്പെട്ടത് ഞാൻ അവൾക്ക് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. വാ മോളെ, നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള ഈ അവസരം ഈ അച്ഛന് നീ തരണം. ചെറിയ തിരുത്തലൊക്കെ വരുത്തിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. എന്തു കുഴപ്പം? നിങ്ങൾ എഴുതി തരുന്നത് പതിപ്പിക്കലല്ലേ എന്റെ ജോലി. കുട്ടി, ദേ ഇവിടെ സൈൻ ചെയ്തോളൂ.
ദേ ഇതുകൂടി. ഓക്കെ നന്ദൻ, പറഞ്ഞോട്ടെ. ഇവിടത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ആ. ഇനി ഡോക്യുമെന്റ്സ് റെഡിയാകുമ്പോ ഞാൻ നന്ദനെ വിളിച്ചോളാം. ഓക്കെ? ശരി സാർ. ശരി നന്ദ, അപ്പൊ കാണാം. ആയിക്കോട്ടെ. ഓക്കെ ശരി സാർ. ഓക്കെ. താങ്ക് യു. എന്താ മോളെ, എന്തുപറ്റി? അല്ല പൂജ, ഇതൊരു നല്ല ദിവസമല്ലേ? ഇപ്പോ സനാഥയുമായി, സമ്പത്തിന് അവകാശിയുമായി. അപ്പോ സന്തോഷിക്കല്ലേ മോളെ വേണ്ടത്? ഹലോ അങ്കിളെ. നന്ദേട്ടൻ പോയിരിക്കുന്നത് വേറെ എവിടേക്കും അല്ല, സൂര്യപ്രഭയിലേക്കാ. അരുണിമയെ കാണാനോ? ആയിരിക്കണമല്ലോ. കൂട്ടത്തില് അർജുനും പൂജയും കൂടി അവിടേക്ക് ചെന്നിട്ടുണ്ട്. സത്യാണോ? അരുണിമ അവിടെ ആയതുകൊണ്ട് ഡ്യൂട്ടി കിട്ടിരിക്കുന്ന ഒരു പോലീസുകാരനുണ്ട്. പുള്ളി വിളിച്ചു പറഞ്ഞതാ. തെറ്റാൻ വഴിയില്ല. വേറെ 2 ആളുകൾ വന്നു പോയി എന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല. അത് അത്ര നല്ല വാർത്തയല്ലല്ലോ അങ്കിളെ. അതെ, 4 പേരും കൂടെ കണ്ടുമുട്ടണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനായിരിക്കും. ഇനി സ്വത്തിന്റെ കാര്യം വല്ലതും ആയിരിക്കോ? അറിയില്ല. എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ. എന്തൊക്കെ പണികളാണ് വരാൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. അതെ, അങ്ങനെ വന്നു. അങ്കിൾ ഫോൺ വെച്ചേ. അച്ഛൻ ആരെ കാണാനാ പോയേ? എന്താ മോളെ? മുഖമെല്ലാം വല്ലാതിരിക്കുന്നോണ്ട് ചോദിച്ചതാ. അമ്മയെ കാണാൻ പോയതാ മോളെ. എന്നിട്ടെന്താ, കുറെ നേരം സംസാരിച്ചിരുന്നു. അവിടേക്ക് അർജുനും പൂജയും വന്നിരുന്നു. എന്തിന്? അത് ഞാൻ ചോദിച്ചില്ല. അവളുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ള വക്കീലല്ലേ അവൻ. ചെല്ലാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? പോരാത്തതിന് അവന്റെ അച്ഛന്റെ പെങ്ങളും. അമ്മ എന്താ പറഞ്ഞത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പൂജ അർജുന്റെ കൂടെ അങ്ങോട്ടേക്ക് ചെന്ന സ്ഥിതിക്ക് എന്നെ പറ്റി അന്വേഷണം കാണില്ല അല്ലേ? നിനക്കറിയാലോ അനു, പൂജയോട് അമ്മയ്ക്ക് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. അത് സൂര്യപ്രഭയിൽ കഴിയുന്ന കാലത്തുണ്ടായതാണ്. ഇനി അത് മാറാൻ പോകുന്നില്ല. പക്ഷേ നിന്നോട് അമ്മയ്ക്ക് വൈരാഗ്യ വിരോധമൊന്നുമില്ല, അതുറപ്പാ. എന്നമ്മ പറഞ്ഞോ? എന്തിനു പറയണം, അല്ലാതെ അറിഞ്ഞൂടെ? വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പേരിൽ സ്വത്ത് ഇഷ്ടദാനം നൽകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അമ്മ വേണ്ടെന്ന് പറയണ്ടേ? ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ അമ്മയോട് അങ്ങനെ പറഞ്ഞോ? പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ അമ്മയുടെ അനുവാദം വാങ്ങാതെ ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? അതെ അനുമോളെ, അച്ഛൻ ദാനപത്രം രജിസ്റ്റർ ചെയ്തു. സത്യം? ആ, മോളാണ് സത്യം. നോക്ക്, ഒറിജിനൽ രേഖയാ. പിടിക്ക്.
അച്ഛ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉറപ്പായും വിശ്വസിക്കാം മോളെ. ഇനി മുതൽ അച്ഛന്റെ സ്വത്തുക്കളുടെ അവകാശം നിനക്കാണ്. ആ എന്നാലും ഇത്ര പെട്ടെന്ന് അച്ഛൻ ഇത് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അടുത്ത ആഴ്ച അരുണിമയുടെ കേസ് കോടതി വരും. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കണം മോളെ. അവൾക്കെതിരായിട്ടുള്ള ഒരു മൊഴിയും മോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. എന്റെ അമ്മ അകത്ത് കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും അച്ഛ. അരുണിമ പൂജയെ രക്ഷിക്കാനായി അത് ഏറ്റെടുത്തതാണ് എന്ന് കോടതിയിൽ തെളിയിക്കണം. അത് തെളിയും. അമ്മ പുറത്തു വരികയും ചെയ്യും. എന്നിട്ട് വേണം മോളെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ദീർഘയാത്ര പോകാൻ. അത് നിങ്ങളെ രണ്ടാ ഹണിമൂൺ ആവണം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. എന്നെ കൊണ്ടുപോവാതെ പോവാണല്ലോ എന്നുള്ളത്. അതിനു മുമ്പ് നിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചിരിക്കും. പറഞ്ഞയക്കോ? അതെ, നല്ല അസലൊരു തറവാട്ടിലേക്ക് തന്നെ നിന്നെ പറഞ്ഞേക്കും. മോളെ, കുടുംബത്തിൽ പിറന്ന കൊള്ളാവുന്ന ഒരുത്തിനെ കൊണ്ട് നിന്നെ കെട്ടിച്ചയക്കില്ലേ? അപ്പോ നിനക്ക് ആ തറവാട്ടിലേക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഓ അതോ. പിന്നെ മോളെന്താ വിചാരിച്ച്? ഏയ് ഒന്നും വിചാരിച്ചില്ല. പിന്നെ നല്ലോണം ആളുകളും കാവൽക്കാരും ഒക്കെയുള്ള ആ തറവാട്ടിൽ മോൾക്ക് സുഭിക്ഷമായിട്ട് ഉണ്ട് ഉറങ്ങി കഴിയാം. കാവൽക്കാരോ? എന്നെ വല്ല കോട്ടയിലേക്കാണോ കെട്ടിച്ചേക്കാൻ പോകുന്നത്? മോളെ, വീട്ടുപടിക്കൽ കാവൽക്കാരുള്ള വലിയ വീടുകൾക്ക് കോട്ട എന്ന് പറയാമെങ്കിൽ അങ്ങനെ ഒരു വലിയ തറവാട് അച്ഛൻ മോൾക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. അതെ, അമ്മ പുറത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. സമയമാകുമ്പോ മോൾക്കെല്ലാം കാണിച്ചിരുന്നുണ്ട്. മോള് ചെല്ലേ, അച്ഛൻ ഇത്തിരി നേരം കിടക്കട്ടെ. ശരി. തന്തപ്പടി എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ ഈ സംസാരിക്കുന്നത്? അതോ എനിക്ക് തോന്നുന്നതാണോ? കല്യാണം കഴിപ്പിച്ച് കാവൽക്കാരുള്ള തറവാട്ടിലേക്ക് അയക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇനി ജയിലിലേക്കാണാവോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇഷ്ടദാനാധാരം എനിക്ക് തരില്ലല്ലോ. എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ആണ്ട് ജനുവരി 23-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി താലൂക്കിൽ പ്രദേശത്ത് ടിയാനോട് എനിക്കുള്ള ആശ്രിത വാത്സല്യം കണക്കാക്കി ടിയാന്റെ ഭാവി ജീവിതത്തിനായി താഴെ പട്ടിക തിരിച്ചു കാണിക്കുന്ന സ്വത്തുവകകൾ ഇഷ്ടദാനമായി നൽകണമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. മോളെ, അങ്ങനെ നീ വിചാരിച്ചത് നേടിയെടുത്തിരിക്കുന്നു. ഈ കാണുന്നത് മുഴുവൻ ഈ ആധാരപ്രകാരം എനിക്കുള്ളതാ. ഇനി എനിക്കുള്ളത് മാത്രം.
ഹലോ ഹലോ മധു ആന്റി. പറ അനുകുട്ടി, എന്താ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ നീ? വരാ ആന്റി, ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസ. അതാ ഞാൻ ആന്റിയെ വിളിച്ചത്. ആഹാ, എന്താ വിശേഷം? കേൾക്കട്ടെ. അച്ഛൻ സ്വത്ത് മുഴുവനും എന്റെ പേരിൽ ഇഷ്ടദാനാധാരമായിട്ട് രജിസ്റ്റർ ചെയ്തു. ഓഹോ, സത്യാണോ അനുകുട്ടി? അതെ മധു ആന്റി. അച്ഛന് ശങ്കർ അങ്കിളിനെ നല്ല പേടിയുണ്ട്. അവര് സ്വത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പേരുമാറ്റം നടത്തിയതാണെന്നാ തോന്നുന്നത്. ആഹാ, അതേതായാലും നന്നായി. മോളുടെ പേരിലായ പിന്നെ അതെപ്പോ വേണേലും തിരിച്ചു കൊടുക്കാൻ ചെയ്യാലോ. അതെ 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 അതെ. അച്ഛമ്മയോട് ആന്റി ഇതൊന്ന് പറഞ്ഞേക്കണേ. ആ ശരി മോളെ.